പുത്തൂർ നമ്പ്യാർ റോഡ് 14 വാർഡിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു. ഒല്ലൂർ CI വിമോദ് ക്ലാസ് എടുത്തു. ഇന്നത്തെ തലമുറയിൽ കണ്ടുവരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗവും കാരണങ്ങളും അതിന്റെ പ്രതിവിധികളെയും കുറിച്ച് സംസാരിച്ചു. വാർഡ് മെമ്പർ ലിബി വർഗീസ് അധ്യക്ഷത വഹിച്ചു. CDS അംഗം ഉഷ ബാബുരാജ് സ്വാഗതം പറഞ്ഞു. അയ്യയ്യോ ലഹരി എന്ന ഏകാന്ത നാടകവും പ്രശസ്ത ഏകാംഗ നാടക കലാകാരൻ PD പൗലോസ് അവതരിപ്പിച്ചു. TG ജയൻ സന്നിഹിതനായിരുന്നു. ജോസ് വാഴപ്പള്ളി നന്ദിയും പറഞ്ഞു. കൂട്ടുകാരന്മാരെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവണം. ആ സന്ദർഭങ്ങളിൽ ഇവർ ആരൊക്കെ കൂടെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് സിന്തറ്റിക് അത്യാധുനികമായിട്ടുള്ള രാസലഹരിയിലേക്ക് കടന്നു. അപ്പോൾ സമൂഹത്തിൻ്റെ പോക്ക് നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 70കളിലൊക്കെയാണ് നമ്മുടെ കോളേജുകളിലൊക്കെ ഒരു ഹിപ്പി സംസ്കാരവും ഈ കഞ്ചാവൊക്കെ കുറച്ച് ദിവസം വന്നു തുടങ്ങിയത്. പിന്നെ അത് വ്യാപകമായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ കുറഞ്ഞു. 90കൾ പിന്നെ വളരെ തീവ്രമായ വേലിയേറ്റവും സിഗരറ്റിലേക്കും ചെറിയ മദ്യത്തിലേക്കും കടന്നു. കഞ്ചാവ് ചെറുകിട രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത്രയ്ക്ക് സജീവമായിട്ടില്ല. 2000 ആയോടുകൂടി പുതിയൊരു സംസ്കാരത്തിലേക്കും അതുപോലെ തന്നെ നവമാധ്യമങ്ങളുടെയൊക്കെ അതിപ്രസരം 2010 കൂടിയിട്ട് ശരിക്കും എല്ലാവരുടെ കയ്യിലും മൊബൈൽ, വാട്സപ്പ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരം ഉണ്ടായി. ആ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തോട് കൂടിയിട്ടാണ് നമ്മൾ സത്യത്തിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങൾ തന്നെ മറക്കാൻ തുടങ്ങിയത്. നമ്മളെവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കുടുംബജീവിതത്തിൽ അച്ഛനമ്മയും മക്കളും തമ്മിൽ സംസാരിക്കുന്നത് പോലും വിരളമായി. നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്ര നേരം നിങ്ങളുടെ മകനോട് സംസാരിച്ചു, മകളോട് സംസാരിച്ചു, അച്ഛനോട് സംസാരിച്ചു, അമ്മയോട് സംസാരിച്ചു. അതിനേക്കാൾ എത്രയോ കൂടുതൽ നേരം നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിൽ റീലും നോക്കിയിരുന്നു. അപ്പം നഷ്ടപ്പെട്ടത് വൈകാരികമായ അടുപ്പാണ്. വ്യക്തിബന്ധങ്ങളിലുള്ള കൂട്ടായ്മകൾ അങ്ങനെയുള്ള ഇപ്പോൾ കുട്ടികൾ തന്നെ കളിക്കുന്നത് വരെ കുട്ടി കരഞ്ഞ അപ്പെടുത്ത് കൊടുക്കും. വാട്സപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബിൽ ചാനലിൽ എടുത്ത് വെച്ച് കൊടുത്ത് കുട്ടിയുടെ കരച്ചിൽ മാറ്റും. അപ്പോൾ അങ്ങനെ വ്യക്തികളിൽ നിന്നും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ ബന്ധങ്ങളിൽ ഉണ്ടായ വിള്ളലുകളാണ് അല്ലെങ്കിൽ അകൽച്ചകളാണ് കുട്ടികളായാലും നമ്മളായാലും വഴിതെറ്റി പോകാനുള്ള ഏറ്റവും വലിയ കാരണം. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരം പോലീസ് സ്റ്റേഷൻ എല്ലാവിധ പ്രശ്നങ്ങളും വന്നു കയറുന്ന സ്ഥലമില്ല, അടിപെടാൻ പാടില്ല എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കുട്ടികളായിട്ട് നിങ്ങൾക്ക് അത്രയും വ്യക്തിബന്ധം ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ മക്കളാണ് നമ്മുടെ ഉദാഹരണം പറയാം, ഒരു 10-20 കൊല്ലം മുമ്പ് ഇപ്പം ഗ്രാമപ്രദേശമായ കാരണം പ്രശ്നമില്ല, ഇവിടെയൊക്കെ അത്യാവശ്യം വ്യക്തിബന്ധങ്ങളൊക്കെ ഉള്ള കാരണം അയൽവാസിയുടെ മകനും അല്ലെങ്കിൽ നമ്മുടെ മകനും കൂടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും എന്ത് കാര്യങ്ങളും നമ്മുടെ മക്കള് കുരുത്തക്കേട് ഒപ്പിച്ചാൽ അത് ആര് മുഖേനയും നമ്മൾ അറിയും. ഇപ്പൊ നമ്മളൊക്കെ കുറച്ചും കൂടിയും അണുകുടുംബമായ കാരണം ഇനി ഒരു അയൽവാസിയുടെ മകനെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മോനെ കുറിച്ച് പറയാൻ നീ ആരെന്ന് ചോദിക്കണ അവസ്ഥയുണ്ട്. അപ്പൊ നമ്മൾ തികച്ചും സെൽഫിഷ് ആവാനുള്ള ഒരു കാലഘട്ടം, സെൽഫിഷ് ആവാൻ തുടങ്ങി, നന്നായിട്ട് മാറി. നമ്മളെല്ലാവരും നമ്മളിലേക്ക് ചുരുങ്ങുന്നു. ഇപ്പോൾ മെമ്പർ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ ആരും കഴിക്കണതില്ല, എൻ്റെ വീട്ടിലൊരു പ്രശ്നമില്ല, അതുകൊണ്ട് ഞാൻ വരില്ല. ഈ പറയുന്ന ആൾക്കാർക്ക് നാളെ എന്തെങ്കിലും വന്നാൽ ആരെങ്കിലും ഓടി വരാണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരിനെ ഓടി വരാനുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് വന്നില്ല, ഞാൻ അതുകൊണ്ട് സേഫ് സോണിലാണ് എന്ന് ചിന്തിക്കണ്ട, നാളെ നമുക്കും വരാം. അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ ലഹരി മാഫിയകളുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും വരേണ്ടി വരും. അപ്പൊ ഇന്നൊരു കേസുകളും ന്യൂറോ നമ്മുടെ നെർവ്സിനെ ഉത്തേജിപ്പിക്കുന്നു, നമ്മളൊരു എലിവേറ്റഡ് സ്റ്റേജിലേക്ക് മാറുന്നു, ഊർജം കൂടുതൽ കിട്ടാണ്, ക്ഷീണം തോന്നില്ല. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചറിയാം, നമുക്കൊക്കെ എത്ര നേരം ഡാൻസ് കളിക്കാൻ പറ്റും, നമ്മൾ എത്ര നേരം കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുക്കും. പല ആൾക്കാരെയും നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഒരു പരിധിക്കപ്പുറത്ത് ക്ഷീണമില്ലാണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ ഏതെങ്കിലും രീതിയിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട മരുന്നുകൾ അല്ലെങ്കിൽ ഡ്രഗ്സ് അടങ്ങിയത് കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവനൊന്നും ഒരു പ്രശ്നം തോന്നില്ല. ആനയെ പോലും വേണമെങ്കിൽ വെട്ടിക്കൊല്ലും അല്ലെങ്കിൽ പിടിച്ചെറിയും. അമാനുഷികനാണെന്നുള്ള ധൈര്യം, അമാനുഷികനാണെന്നുള്ള തോന്നൽ സ്വാഭാവികമായും ഉത്തേജിതമായ അവസ്ഥയിൽ
നമുക്ക് തന്നെ തോന്നും ഈ മാനസികമായിട്ട് വിഭ്രാന്തിയുള്ള ആളുകൾ, മാനസികമായിട്ടുള്ള വിഭ്രാന്തി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ നാളെ വരാം. നമ്മളൊരു റെയിൽ പാളത്തിൽ കൂടെ ഓടുന്നു, ഒരു ട്രാക്ക് തെറ്റിയാൽ നമ്മൾ പിരിവട്ടാണ്, സംശയമൊന്നുമില്ല. അപ്പൊ അവർക്കുള്ള എനർജി, അവരുടെ എനർജി എന്ന് ചോദിച്ചാൽ അവരുടെ നെർവ്സ് അല്ലെങ്കിൽ അവരുടെ സ്റ്റിമുലേഷൻസ്, അവരുടെ വർക്കിങ്ങിൽ സ്പീഡാവുന്നു. നോർമൽ അല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരു നോർമൽ മനുഷ്യൻ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനും അതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കാനും കഴിയുന്നു. അവൻ്റെ കൺട്രോൾ അവനിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഡ്രഗ്സ് ഉപയോഗിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നാലുള്ള വിഷയം വളരെ ലളിതമായ രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ വഴി തെറ്റണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുട്ടികളിൽ 1, 2, 3 കൂട്ടുകാരുള്ള ആൾക്കാരായിരിക്കും എല്ലാവരും. അതിലേതെങ്കിലും ഒരാൾ ഒരു ഫാൻറ്റസി, ഒരു ശ്രദ്ധിക്കേണ്ട കാലഘട്ടം എന്നാണ് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് തൊട്ട് തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവരാകെ ആദ്യം തുടങ്ങുക സ്വാഭാവികമായിട്ടും പുകവലിയാണ്. അപ്പോൾ ആ വീട്ടിൽ പുകവലിക്കുന്ന ആൾക്കാർ അല്ല ആരെങ്കിലും ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ കട്ടുവലിക്കാനോ അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോകാനോ അച്ഛനോ അമ്മയോ അവരിൽ നിന്നൊക്കെ എടുത്ത്, അല്ലെങ്കിൽ മീൻസ് വീട്ടിലിരിക്കുന്ന സിഗരറ്റ് ബീഡി ഒക്കെ എടുത്ത് കൊണ്ടുപോയി കൂട്ടുകാരെ കൂടെ ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടൊന്ന് പുകയ്ക്കാൻ നോക്കും. സ്വാഭാവികമായും അതിൽ ഏതെങ്കിലും ഒരുത്തന് കുറച്ചും കൂടിയും ബന്ധങ്ങൾ കൂടുതലുള്ളതായിരിക്കും. ആ ബന്ധം കൂടുതലുള്ള ആള് സ്വാഭാവികമായിട്ടും അവനേക്കാൾ സീനിയറായ ആളുകളുടെ ഇടയിൽ, സീനിയറായ ആളുകൾ മീൻസ് കഞ്ചാവ് പോലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ഇടയിൽ അത്യാവശ്യം സ്വാധീനം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഗ്യാങ് ഇവനെ ഒരു ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ആദ്യം ബീഡി വലിച്ച സുഹൃത്ത് പിന്നെ നമ്മുടെ മകനായാലും മകളായാലും ആർക്കായാലും കൊടുക്കുകയാണ്. ഇത് വലിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ല, നീ സിഗരറ്റ് വലിക്കണതല്ലേ, ഇത് വലിച്ചു നോക്ക്, ഒന്നും കൂടി നമുക്കൊരു ഉന്മാദം തോന്നണില്ലേ. ഇപ്പൊ ഇവിടെ നിന്ന് ഇല്ലാത്ത ലോകത്തെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റണില്ലേ, സ്വപ്നം കാണാൻ പറ്റണില്ലേ. അപ്പൊ അങ്ങനെ ഒന്നറിയാത്ത ലോകത്തെ കുറിച്ചുള്ള ഒരു മാസ്മരിക വലയത്തിലേക്ക് മാറണ്. ഒന്നും ഉണ്ടാവണില്ല, എന്താ നടക്കണമെന്ന് അറിയണില്ല. അപ്പൊ അവൻ എന്താ ചെയ്യണമെന്നും എന്താ പ്രവർത്തിക്കണമെന്ന് അറിയുന്നാലേ പ്രശ്നമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളൊരു സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞ് പിന്നീട് ഈ എക്സസൈസ് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഇന്ന് വലിച്ചു, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അടുത്ത വലിക്കുണ്ടാവുക. പിന്നെ ഇതിന്റെ ഇന്റർവെൽസ് കുറയും. സിഗരറ്റ് വലിച്ചിരുന്ന ആൾ അല്ലെങ്കിൽ ബീഡി വലിച്ചിരുന്ന ആൾ സിഗരറ്റിലേക്ക് പോയി, പിന്നെ സിഗരറ്റിൽ അല്ലെങ്കിൽ ബീഡിയിൽ കഞ്ചാവ് കയറ്റി വലിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അതിൻ്റെ സ്റ്റെബിലിറ്റി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശ്രദ്ധിച്ചറിയാം, അവരുടെ എനർജി, മുഖത്തുള്ള ആ പ്രസന്നത ഉണ്ടാവില്ല, കണ്ണുകൾ തെളിച്ചുണ്ടാവില്ല. ശ്രദ്ധിച്ചു നോക്കുള്ളൂ, കണ്ണുകളൊക്കെ ഒരു ഉറക്കം തൂങ്ങിയ മാതിരി ആയിരിക്കും. പിന്നെ കുളിക്കുക മറ്റുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ വളരെ ഇതാണ്. വളരെ ആഴകുഴമ്പനായി മുടി നീട്ടി വളർത്തുന്നു ഞാൻ പറയുന്നില്ല, കാരണം എല്ലാ മുടി നീട്ടി വളർത്തുന്ന പ്രശ്നക്കാരല്ല. എന്നിരുന്നാലും നമുക്കൊരു ഫിസിക്കൽ അപ്പിയറൻസും അവൻ്റെ ഒരു ലെവലും നോക്കിയാൽ അവൻ പറയാം അവൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്.